എന്തിനാണ് അജയ ഈ തോക്ക്? ചേട്ടൻ അന്ന് പറഞ്ഞില്ലേ, തുണി കൊണ്ടല്ല സമരം ചെയ്യേണ്ടത്, തോക്ക് കൊണ്ടാണെന്ന്. ഒരെണ്ണം ഞാൻ സംഘടിപ്പിച്ചു. ഇതുകൊണ്ട് നേരിട്ട് സമരത്തിനാണോ തോക്ക്? അല്ലല്ല, തൽക്കാലം ഉന്നം പഠിക്കണം, പിന്നീട് സമരം. ആരെ നോക്കിയാണ് അജയ നീ ഉന്നം പഠിക്കുന്നത്? പക്ഷികളെ. പക്ഷികളോ? എവിടെ രാഷ്ട്രീയക്കാരില്ലടാ, മതപ്രധാനികളില്ലടാ, സദാചാരത്തിന്റെ കാവൽ പട്ടികളില്ലടാ. അയ്യോ, അവരെല്ലാം നോക്കി ഉന്നം പഠിച്ചാൽ ഞാൻ നേരെ സെൻട്രൽ ജയിലിൽ പോകേണ്ടി വരും. അതറിയോ ചേട്ടന്? ശരിയാണ്, പാവപ്പെട്ട പക്ഷികൾക്ക് മാത്രം നിയമസംരക്ഷണം ഇല്ലല്ലോ അല്ലേ? ഇന്ന് ഏട്ടൻ കുറച്ച് കുടിച്ചിട്ടുണ്ടല്ലോ. കുറച്ചല്ലടാ, നിറയെ കുടിച്ചിട്ടുണ്ട്. കുടിക്കാതിരിക്കുമ്പോൾ ഞാനും ഒരു ചെറ്റയാണ്. യെസ്, കറക്റ്റ്. ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റ്. എന്റെ ചുറ്റുമുള്ളവരെ പോലെ. വെരി കറക്റ്റ്. ഇപ്പോൾ ഞാനൊരു നല്ല മനുഷ്യനാണ്. നിനക്കും കുറച്ച് കുടിക്കണോ? കാര്യം കുടിക്കാമായിരുന്നു, പക്ഷേ എന്താണ്? എനിക്ക് തക്കതായ ഫീലിങ്സ് ഇല്ലല്ലോ ചേട്ടാ. നിനക്ക് ഫീലിങ്സ് ഇല്ലേ? ഇല്ലേടാ. എടാ, നിന്നോട് ചോദിക്കാതെ നിന്നെ സൃഷ്ടിച്ചത് തന്നെ വേണ്ടത്ര ഫീലിങ്സ് അല്ലടാ. യെസ്, വെരി കറക്റ്റ്. ചേട്ടൻ പറഞ്ഞു വെരി കറക്റ്റാണ്. പക്ഷേ ഇപ്പോ ഭയമാണല്ലേ? ചേച്ചേ, ഭയമൊന്നുമില്ല, പിന്നെ ഒരു ചെറിയ പേടി. നീ ആ ഗ്ലാസ് എടുക്കും, കഴിക്ക്. ചേട്ടാ, ഞാൻ കഴിച്ചോട്ടെ? ഞാൻ നേരെ നിന്ന് കഴിക്കുന്നില്ലേ, ഞങ്ങൾ തിരിഞ്ഞൊന്ന് കഴിച്ചോളാം. ആട്ടെ, നീ അയാളെ എന്തു ചെയ്തു? ആരെ? നമ്മുടെ ആ പഴയ ദൈവത്തിനെ. ഓ, ബാലേട്ടന്റെ ആ പഴയ കാവിത്തുണി. അയാളിപ്പം നരച്ചു വെളുത്ത് അങ്ങനെ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട് കൊടിമരത്തിൽ. അതെങ്ങനെ? സമരത്തിന് നിന്ന് വെയിൽ കൊണ്ടിട്ട. അയാളൊരു ബോറനാണോടാ, ഒരു വിദ്യാർത്ഥി സമരത്തിന് കൊടിയാകാൻ കൂടി പറ്റാത്ത ബോറൻ. എന്നിട്ട് അയാൾ എവിടെ? ഞാനത് അപ്പോഴേ തടയണം. ദൈവമായാലും ചെകുത്താനായാലും നരച്ചു വെളുത്താൽ തടയണം. ചേട്ടൻ പറഞ്ഞു വളരെ വെരി വെരി കറക്റ്റ്. തടയണം. നീ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് എനിക്ക് അയാളൊന്ന് കാണണം. എന്തിനാണ് ഏട്ടാ? ഇതിലും പുഴുക്കളും മരിച്ചു ഓട്ടയായ അയാളുടെ അവസ്ഥയൊന്ന് കാണാൻ. ഒഴിക്കടാ ഗ്ലാസ്സിൽ ലഹരി ഒഴിക്കടാ. ചേട്ടാ, അത് അധിയാവോ? എനിക്കിപ്പോ കൂടി അല്പം അധികമായിട്ട് നിങ്ങള് ഒഴിയടാ. ശാലിനി, എടീ ശാലിനി. അലമാരയിൽ ഒരു പുതിയ ബോട്ടിലുണ്ട്, ഇത് കളഞ്ഞേക്ക്. ആ കുപ്പിയെടുക്കും. ഇതൊരു വീടാണ്. ആര് പറഞ്ഞു? ഇത് വീടല്ല, നീയാ. സ്വർഗമാണ്. സ്വർഗമോ? ഏട്ടന്റെ തത്ശാസ്ത്രത്തിൽ അങ്ങനെയോ ഒന്നുണ്ടോ? നന്മകളില്ലാത്ത ലോകം, അതാണ് സ്വർഗം. നോ ചേട്ടന്മാർ, നോ. വീട്ടികളുടെയും ഒട്ടക പക്ഷികളുടെയും ലക്ഷ്യസ്ഥാനമാണ് സ്വർഗം. അതെയാ? എന്താ ചേട്ടാ? എടാ, എന്താണെന്ന്? എടാ, ഇവിടെ വരാൻ. വിശ്വാസല്ലേ? വാട്ട് യു വാണ്ട് ഡോക്ടർ? വൃത്തികെട്ട സർവം. നിന്നെ ദേവു ഒരു കാര്യം വിശ്വാസാ ഡോക്ടറേട്ടാ, എന്നെ സവന്ന് വിളിച്ചാണ്ടല്ലോ. ഞാൻ ക്ഷമിക്കും, പക്ഷെ എന്നെ പിടിച്ച് തള്ളിയാല് അതും ഞാൻ ക്ഷമിക്കും. എന്നെ മറ്റു വല്ലതും ചെയ്താൽ അത് കൊന്നുകളയും ഞാൻ. എനിക്കൊരു രക്തസാക്ഷിയായിട്ട് ചത്ത് ശീലമില്ലോ ചേട്ടാ. കേറടാ അകത്ത്. പട്ടി,
എന്റെ പൊന്ന് ചേട്ടക്കാരേട്ടാ, ഞാനകത്തേക്ക് പോയിക്കോളാം. ഞാൻ പോയി വരച്ചേ പാലിട്ടാ, ഞാൻ പോയി വരും. ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം. അതിനെന്താടാ, അവർക്കും കുടിക്കാമല്ലോ. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ധാരാളം. ഇതൊരു കുടുംബമാണെന്നുള്ള ഓർമ്മ വേണം. ഈ കുടുംബത്തെ പറ്റി നിനക്ക് വലിയ അഭിമാനമാണ് അല്ലേ? എനിക്കുണ്ട്, മറ്റുള്ളവർക്കില്ലെങ്കിലും. ഈ കുടുംബത്തിന് നിന്നെ പറ്റി എത്രമാത്രം അഭിമാനമുണ്ടെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്കതറിയണ്ട. പരീക്ഷായി a loaf of bread, a glass of wine, a book of words. Shalini, I'm stupid beside you. ഞാൻ കുടിക്കട്ടെ? കുടിക്കണം, ബാലകൻ കുടിക്കണം, ബാലകൻ കുടിക്കണം. ഇന്നലെ വരെ നീ ബാലട്ടൻ കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇന്ന് നീ എന്നോട് കുടിക്കാൻ പറയുന്നു. ഇതെന്തു പറ്റി നിനക്ക്? ഗുഡ്. ഇതാണ് സുഖം. എതിർക്കുക, എല്ലാത്തിനെയും എതിർക്കുക. എതിർക്കാനുള്ള നിന്റെ അവകാശവും നിന്റെ വളർച്ചയുമായി സാരമായ ബന്ധമുണ്ട്. എവിടെയാണത് വായിച്ചത്? കുടിക്കണം, എത്ര വേണമെങ്കിലും കുടിക്കണം. കുടിച്ച് കുടിച്ച് ബോധം കെട്ടു വീണു മരിക്കണം. നിനക്കും കുറച്ച് വേണോ ശാലിനി? വേണം, എനിക്കും വേണം, എനിക്കും വേണം. ഇതാ കഴിക്കൂ ശാലിനി, കഴിക്കൂ. ഇന്ന് സ്റ്റീഫൻ വന്നില്ല അല്ലേ കുട്ടി? ഇനിവിടെ വരണ്ട. സന്മാർഗി, ഞാൻ അയാളെ പ്രേമിച്ചു പോയി. നീയും ആചാരമുറ അനുസരിച്ച് സംസാരിക്കുന്നു. നിന്റെ പേര് പ്രേമമെന്നല്ല കുട്ടി, മാംസദാഹമാണ്. മനസ്സിലായോ? നിനക്കാവശ്യം ഒരു കാമുകനെയല്ല, ഒരു പുരുഷനാണ്. ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ ശരീരമാണ് നിനക്ക് വേണ്ടത്. എന്തിന് ലജ്ജിക്കണം? പ്രകൃതി വാസനയാണ്. ആരെയോ എനിക്ക് കൊല്ലണം, ആരെയോ എനിക്ക് കൊല്ലണം. ശാലിനി, എന്നിരുന്ന് കരയാൻ, ഇരുന്ന് കരഞ്ഞ് തൊലയാൻ അരുത്. വികാരവും ഒരുതരം മൂർഖനാണ്. കൊല്ലാതെ ചതച്ചുവിട്ടാൽ അപകടമുണ്ട്. ശാലിനി, നിനക്കൊരു പുരുഷന്റെ ശരീരമല്ലേ വേണ്ടു? ഇതാ ഞാനുണ്ട്, ഞാനുണ്ട്. ഉപയോഗിച്ചോളൂ കുട്ടി, ഉപയോഗിച്ചോളൂ കുട്ടി.
മനുഷ്യൻ ഒരിക്കലും ഒരു പിശാചാകരുത്. എന്താ വിശ്വം നീ പറഞ്ഞത്? ഓ, അങ്ങനെയും ഒരു നിയമമുണ്ട് അല്ലേ? ഇതൊന്നും അത്ര ശരിയല്ല അല്ലേ? ശരിയല്ലേ? ഏതാണടാ ശരി? ഏതാണടാ ശരി? വിശ്വട്ടാ, ബാലേട്ടൻ എവിടെ? പോയി. എങ്ങോട്ട്? പുറത്തു പോയോ? അല്ല, അകത്തു പോയി. മാസ്റ്റർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് ക്ലാസ് വൈകിട്ട് മതിയെന്ന്. പുഷ്പ അവിടെ നിൽക്കൂ. എന്താണ് വിശ്വട്ടാ? ഇനി ഇത് അവസാനിപ്പിക്കണം. എന്റെ ക്ഷമ നശിച്ചു പുഷ്പേ. അയ്യോ, ക്ലാസ് നിർത്തുന്ന കാര്യമാണോ വിശ്വട്ടൻ പറയുന്നത്? അതെ, ഇനി ഞാനിത് അനുവദിക്കില്ല. ഞാൻ അനുസരിക്കുന്നുണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആജ്ഞാപിക്കുകയാണോ? അതെ, അനുസരിച്ച് ശീലിച്ചു തുടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഓഹോ, എങ്കിൽ അനുസരിക്കുന്നില്ല. പുഷ്പേ, ഞാൻ വിവാഹം ചെയ്യാനേ സമ്മതിച്ചിട്ടുള്ളൂ, എന്നെ വിറ്റിട്ടില്ല. അപ്പോൾ ഞാൻ എന്തു കരുതണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. നിനക്ക് രസം തോന്നുന്നത് എന്തെങ്കിലും ആകണമെന്നില്ലേ? കാണണമെന്നില്ല, സ്വയം നുണയാവുന്നത് എന്തെങ്കിലും കരുതിയാൽ മതി. പുഷ്പേ, നീ ഇത്ര ഭയങ്കരിയാണെന്ന് ഞാൻ കരുതിയില്ല. അത് നിങ്ങളുടെ കഴിവുകേട്. അല്ല, നിന്റെ കഴിവ് കൂടുതൽ കൊണ്ട്. കൂടുതൽ സംസാരിക്കണമെന്നില്ല. പൊള്ളുന്നുണ്ടോ? പൊള്ളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. തെറ്റ് എന്റെ തന്നെയാണ്. നിന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചുപോയി, അതാണ് എന്റെ തെറ്റ്. എന്ന് മാത്രമല്ല, എന്നിലെ കലാകാരിയെ മാനിക്കാൻ കഴിയാതെ പോയതാണ് വിശ്വത്തിന്റെ രണ്ടാമത്തെ തെറ്റ്. ശരി, തെറ്റുകൾ ആവർത്തിക്കുന്നത് എന്റെ സ്വഭാവമല്ല. ഞാൻ ഇന്നുവരെ നിന്നോട് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ നിമിഷം പിൻവലിക്കുന്നു. സന്തോഷം. പുഷ്പേ, വലിയൊരു ഭാരം ഒഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പരിഹാസത്തിനും ഒരു അതിരുണ്ട് പുഷ്പേ. പകതരിവ് കേടിന് അതിരില്ല അല്ലേ? ഞാൻ എന്തു വേദനിച്ചാണ് ഈ തീരുമാനമെടുത്തെന്ന് നീ ചിന്തിച്ചോ? എനിക്ക് വേറെയും പണിയുണ്ട്. ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ ഒന്ന് നടുങ്ങിയത് പോലും ഇല്ല. അയ്യോ, കഷ്ടം. ഇങ്ങോട്ട് നോക്കി, ഞാനൊന്ന് ബോധം കെട്ട് വീണേക്കാം. എന്നെ താങ്ങിക്കൊള്ളാമോ? മതിയാക്കൂ. നടുങ്ങിയില്ല പോലും. മതിയാക്കാനാണ് പറഞ്ഞത്. ആരോടാണ് ഈ പേടിപ്പിക്കുന്നത്? നിന്നോട്. എന്നാലേ അത് വേണ്ട. ഞാനും ഒരു സ്ത്രീയാണ്, കവിയും ശീലാവതിയും ഒന്നും അല്ല.